അപ്പോൾ നമ്മൾ പരിപൂർണ്ണ മുഅ്മിനീങ്ങളാകണമെങ്കിൽ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകണം. നമ്മുടെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെക്കാൾ, എന്തിനേറെ നമ്മുടെ സ്വന്തം ശരീരത്തെക്കാൾ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നത് വരെ നമ്മൾ ആരും പരിപൂർണ്ണ മുഅ്മിനല്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് പലരും സൂപ്പർ സ്റ്റാറുകളുടെ പിന്നാലെയാ, അവരെ അങ്ങ് വല്ലാതെ സ്നേഹിക്കുകയാ. എന്തിനാണോ അവരുടെ പിന്നാലെ പരക്കം പായുന്നത്? അവരെ സ്നേഹിക്കുകയാണ്, അവരുടെ ശൈലികളും രീതികളും ഇവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. അവർ വസ്ത്രം ധരിക്കുന്ന പോലെ ഇവരും ധരിക്കുകയാണ്, അവർ നടക്കുന്ന പോലെ ഇവരും നടക്കുകയാണ്, അവർ താടി വളർത്തുന്നത് പോലെ ഇവരും താടി വളർത്തുകയാണ്, അവർ നടക്കുന്നതും ഇരിക്കുന്നതും പോലെ എല്ലാ ശൈലികളും ഇവിടെ ഇവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. എന്തിനാണല്ലോ, എന്ത് പ്രയോജനമാണല്ലോ നിനക്കുള്ളത്? ആരംഭപ്പൂവേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുധാവനം ചെയ്ത സ്വഹാബത്തുണ്ടല്ലോ. ഒരിക്കലും രണ്ട് സ്വഹാബാക്കൾ നടന്നു പോകുമ്പോ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്വഹാബി ഒരു സ്ഥലത്തെത്തിയപ്പോൾ കുനിഞ്ഞു പോയി. അപ്പോൾ അടുത്തുണ്ടായിരുന്ന സ്വഹാബി ചോദിച്ചു, തടസ്സങ്ങളൊന്നുമില്ലാതെ എന്തിനാണോ നീ കുനിഞ്ഞു പോയത്? അപ്പോൾ ആ കുനിഞ്ഞ സ്വഹാബി പറയുകയാ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കൈ വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരു മരച്ചില്ല താന്നു കിടപ്പുണ്ടായിരുന്നു, അവിടെ മുത്തുനബി അങ്ങ് കുനിഞ്ഞു പോയിടോ. അതുകൊണ്ടാണ് എന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുനിഞ്ഞു പോയതിന്റെ പേരിലാണ് ഇവിടെ ഒന്നുമില്ലാഞ്ഞിട്ടും ഞാൻ കുനിഞ്ഞു പോയത്. ഇതെന്തൊരു അനുരാഗമാണ്, ഇതെന്തൊരു ഇത്തിബാഅാണ്, ഇതെന്തൊരു അനുകരണമാണ്.